നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് കഴിഞ്ഞ 164 വർഷമായി നിലനിന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC മാറി പുതിയ ശിക്ഷാ നിയമം അടങ്ങിയ ഭാരതീയ ന്യായ സംഹിത ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് അഥവാ തെളിവു നിയമങ്ങൾക്ക് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയം, ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് CRPCക്ക് പകരം പുതിയ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയും ഇന്ന് പ്രാബല്യത്തിൽ എത്തി. പുതിയ നിയമസംഹിതകൾ രാജ്യത്തിന്റെ സംസ്കാരത്തിന് അനുസരിച്ചും ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ടും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിനു ശേഷം കൊച്ചിയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലാണ് പത്തടിപ്പാലം സ്വദേശിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മദ്യപിച്ച് അലക്ഷ്യമായി വാഹനമോടിച്ചതിനാണ് ഓട്ടോ ഡ്രൈവർക്കെതിരെ BNS 281 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരമാവധി 6 മാസം വരെ തടവും 1000 രൂപ പിഴയുമാണ് BNS 281 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള രാജ്യത്തെ ആദ്യ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. കമല മാർക്കറ്റിലെ വഴിയോര കച്ചവടക്കാരനെതിരെയാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തിയതിന് കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് എടുത്തിരുന്നത്. ഭാരതീയ ന്യായ സംഹിത സെഷൻ 285 പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടെ 3 നിയമങ്ങൾ പൊളിച്ചെഴുതി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പുതിയ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമാണ് ഇനി പ്രാബല്യത്തിൽ ഉണ്ടാകുക. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയം നിലവിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പിന്നീട് ഡിസംബർ 13-ന് അത് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഗുണപരമായ നിരവധി ഭേദഗതികൾ IPCയിൽ വരുത്തി എങ്കിലും അടിസ്ഥാനപരമായി ഇന്നും നിലനിൽക്കുന്നത് 1860-ൽ ബ്രിട്ടീഷുകാർ പാസാക്കിയ ശിക്ഷാ നിയമങ്ങൾ തന്നെയാണ്. കാലം കഴിഞ്ഞതോടെ IPCയിൽ കാലാനുസരണമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നിയമപണ്ഡിതർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു തുടങ്ങി. 1860-ലെ മനുഷ്യ ചിന്താഗതിക്ക് വലിയ മാറ്റം വന്നു എന്നും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് IPCയിൽ മാറ്റം ആവശ്യമാണെന്നും ഭരണകർത്താക്കൾക്കും തോന്നി തുടങ്ങി. ദീർഘ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് പുതിയ ഇന്ത്യൻ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത്. നിലവിലുള്ള IPCയിൽ വിവിധ കുറ്റങ്ങൾക്കുള്ള നിർവചനങ്ങളെയും ശിക്ഷാ നിയമങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന 511 സെഷനുകളാണ് ഉള്ളത്. എന്നാൽ മാറ്റങ്ങൾ വരുത്തി പുതിയ നിർവചനങ്ങളും ശിക്ഷകളും ഉൾപ്പെടുത്തിയ ഭാരതീയ ന്യായ സംഹിതയിൽ സെഷനുകളുടെ എണ്ണം 358-ആയി ചുരുക്കിയിരിക്കുന്നു. നിർവചിക്കപ്പെട്ട വിവിധ തരം കുറ്റങ്ങൾക്ക് പുതിയ നിയമപ്രകാരം മരണശിക്ഷ, ജീവപര്യന്തം തടവ്, തടവു ശിക്ഷ, കഠിന തടവ്, വെറും തടവ്, വസ്തു കണ്ടുകെട്ടൽ, പിഴ എന്നിവ കൂടാതെ ഇപ്പോൾ കൂട്ടിച്ചേർത്ത സാമൂഹ്യ സേവനം എന്നിവയാണ് ശിക്ഷയായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നിലവിലെ IPCയിൽ പുരുഷനെയും സ്ത്രീയെയും നിർവചിക്കുമ്പോൾ പുതിയ ന്യായ സംഹിതയിൽ ചൈൽഡ് അഥവാ കുട്ടി എന്ന വാക്കുകൂടി ചേർത്തിട്ടുണ്ട്. പുതിയ സംഹിതയിലെ സെഷൻ 2 ക്ലോസ് 3 പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളും ചൈൽഡ് അഥവാ കുട്ടിയാണ്. പ്രാചീന കാലത്തും ആധുനിക കാലത്തും നിയമശാസ്ത്രം ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. ജനങ്ങളെ കുറ്റങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക, കുറ്റക്കാരെ പരിഷ്കരിച്ച് നന്നാക്കുക, കുറ്റകരമായ പ്രവർത്തിക്ക് അനുസരണമായ ശിക്ഷ നൽകുക, കുറ്റങ്ങൾ നിവാരണം ചെയ്യുക, തെറ്റ് ചെയ്യാൻ മനസ്സുള്ളവർക്ക് അത് മുന്നറിയിപ്പ് നൽകുക എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങളാണ് ശിക്ഷ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. സിവിൽ നിയമങ്ങളാലും ക്രിമിനൽ നിയമങ്ങളാലും അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ, നീതിക്കുള്ള കാലതാമസം നീതിയെ തന്നെ ഇല്ലാതാക്കുന്നില്ലേ തുടങ്ങിയവയൊക്കെ ജനങ്ങളുടെ എക്കാലത്തെയും സംശയങ്ങളാണ്. തടവ് ശിക്ഷ ലഭിക്കുന്ന ചില കുറ്റവാളികൾക്ക് ജയിലുകൾ ഉല്ലാസ കേന്ദ്രമാകാതിരിക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് ആഗ്രഹിക്കാം.